ഡി നികോഷ് കുമാർ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഹാജരായത്. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സഹിൻ ആന്റണി ചേരുന്നു. സഹിൻ, എപ്പോഴാണ് ഈ നികോഷ് കുമാർ ഹാജരായിരിക്കുന്നത്? ഇനി എന്താണ് തുടർ നടപടികൾ? ഷാമിലി, ഇന്ന് 2 മണിവരെയായിരുന്നു ഹൈക്കോടതി നികോഷ് കുമാറിന് സമയം അനുവദിച്ചിരുന്നത്. അല്പനേരം മുൻപ് നികോഷ് പാലാരിവട്ടം പോലീസിന് മുന്നിൽ ഹാജരായിരിക്കുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥരായിട്ടുള്ള CIക്ക് മുന്നിലാണ് നികോഷ് കുമാർ ഹാജരാകുന്നത്. ഇതോടുകൂടി കേസിൽ പിടിയിലാവുന്നവരുടെ എണ്ണം 4ആയി മാറുകയും ചെയ്യും. നികോഷിന്റെ അറസ്റ്റ് ഇതുവരെ കോടതി സ്റ്റേ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ താൽക്കാലികമായ ഒരു ജാമ്യം നികോഷിന് അനുവദിച്ചിട്ടില്ല. പകരം അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ ഇന്ന് ചോദ്യം ചെയ്ത് വിട്ടയക്കുകയോ അല്ലെങ്കിൽ അറസ്റ്റ് നടപടികളിലേക്കോ പോകാൻ സാധ്യതയുണ്ട്. എന്തായാലും അറസ്റ്റ് നടപടികൾ തള്ളിക്കളയാൻ കഴിയുകയില്ല. നേരത്തെ ഷാമിലി സൂചിപ്പിച്ചതുപോലെ തന്നെ കലൂർ സ്റ്റേഡിയത്തിൽ ഉമാ തോമസ് MLA വീണ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നികോഷ് കുമാറിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ സാമ്പത്തിക ഇടപാടുകൾ, കുട്ടികളിൽ നിന്നും പണം വാങ്ങിയതടക്കമുള്ള കാര്യങ്ങൾ നികോഷിൽ നിന്ന് ചോദിച്ചറിയേണ്ടതുണ്ട്. മാത്രമല്ല, ഓസ്കാർ ഈവൻസിന്റെ ഉടമയായിട്ടുള്ള ജനീഷിനെ കൂടി പോലീസിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഈ 2 പേരെയോടും ഹാജരാകാൻ തന്നെയാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നികോഷ് ഹാജരായെങ്കിലും ഇതുവരെ ഓസ്കാർ ഇവന്റ്സ് ഉടമയായിട്ടുള്ള ജനീഷ് ഹാജരായിട്ടില്ല എന്നുള്ളതാണ്. ജനീഷിനെ കൂടി പോലീസിന് പിടികൂടേണ്ടതുണ്ട്. എന്തായാലും ഉമാ തോമസ് വീണ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ അറസ്റ്റുകൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, മറ്റ് ഇടപെടലുകൾ സാമ്പത്തിക കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദിവ്യ ഉണ്ണിയുടെ ഉറ്റ സുഹൃത്ത് പൂർണിമ അടക്കമുള്ളവരെ പോലീസിന് അറസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് നികോഷിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത്. നികോഷിന് ഈ കേസുമായി ഉള്ള ബന്ധത്തിനേക്കാൾ അപ്പുറം ഈ കിട്ടിയിരിക്കുന്ന പണം ആർക്കെല്ലാം വീതം വെച്ച് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന് അറിയേണ്ടത്. 7 കോടിയോളം രൂപയാണ് നൃത്ത പരിപാടി എന്നുള്ള പേരിൽ ഇവർ തട്ടിയെടുത്തത്. കുട്ടികളെ വഞ്ചിക്കുന്ന രീതിയിലായിരുന്നു ഈ പരിപാടി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2000 രൂപ വിദ്യാർത്ഥികളിൽ നിന്നും വാങ്ങിയിരുന്നെങ്കിലും, അല്ലെങ്കിൽ നൃത്തത്തിൽ പങ്കെടുക്കാൻ നിന്നവരിൽ നിന്നും വാങ്ങിയിരുന്നെങ്കിലും ആ പണം ഒന്നും തന്നെ ഇത് ഈ പരിപാടിക്ക് വേണ്ടി ചെലവഴിച്ചിരുന്നില്ല. അവർക്ക് യാതൊരുവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തില്ല എന്നുള്ളൊരു ആക്ഷേപം കൂടി നിലനിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ തന്നെ നികോഷിനെതിരെ 2 കേസുകൾ നിലവിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. ഒന്ന്, ഉമാ തോമസ് വീണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് പണം തട്ടിയ കേസാണ്. പണം തട്ടിയതിൽ നികോഷ് കുമാർ തന്നെയാണ് 1-ാം പ്രതി. കൂടാതെ നികോഷ് കുമാറിന്റെ ഭാര്യയും ഈ കേസിൽ പ്രതിയാണ്. ഈ കേസിൽ ഇതുവരെ നികോഷ് കുമാറിന് ജാമ്യം ലഭിച്ചിട്ടില്ല. മാത്രമല്ല, നികോഷ് കുമാറിന്റെ ഭാര്യയെയും പോലീസിന് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഉമാ തോമസ് വീണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമാണ് നികോഷ് കുമാറിനെ ചോദ്യം ചെയ്യുക. മറ്റു കേസിൽ നികോഷ് കുമാർ പ്രതിയാണ്. അതുകൊണ്ട് തന്നെ അതും ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. നിലവിൽ ഒരു കേസിലാണ് നികോഷ് കുമാറിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു കേസ് നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ കേസിൽ വേണമെങ്കിൽ പോലീസിന് നികോഷ് കുമാറിനെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇയാളുടെ അറസ്റ്റ് സംബന്ധിച്ച കാര്യങ്ങൾ പോലീസിന് തള്ളിക്കളയാൻ കഴിയുകയില്ല. ഇയാളുടെ അറസ്റ്റിലേക്ക് പോലീസിന് പോകേണ്ടതായി വരും. പ്രത്യേകിച്ചും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്ന ഒരു പ്രതിയാണ് നികോഷ് കുമാർ. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തിക ഇടപാടുകൾ മാത്രമല്ല ഈ കേസിൽ ചോദ്യം ചെയ്യപ്പെടുക. മറ്റൊന്ന്, ഈ ഉമാ തോമസ് വീണതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസ്, അതിൽ വലിയ വീഴ്ച നികോഷ് കുമാർ അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇയാളെ പിടികൂടാൻ പോലീസ് തീരുമാനിച്ചിരുന്നതും. എന്തായാലും ഇയാളെ ഇപ്പോൾ പിടികൂടേണ്ടതില്ല എന്ന് പിന്നീട് തീരുമാനിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഇയാൾ കോടതിയെ സമീപിച്ചത്. കോടതി ഇയാൾക്ക് ഇടക്കാല അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഇടക്കാല ജാമ്യം ഇതുവരെ കോടതി അനുവദിച്ചിട്ടില്ല ഷാമിലി. എന്തായാലും കൂടുതൽ പ്രതികൾ ഇനിയും അറസ്റ്റിലാകാറുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴാണ് നികോഷ് കുമാർ 2 കേസിലെ പ്രതികളാണ്. സുപ്രധാനമായ 2 കേസുകൾ. ഒന്ന് ഉമാ തോമസ് വീണതുമായി ബന്ധപ്പെട്ട കേസാണെങ്കിൽ മറ്റൊന്ന് പണം തട്ടിയെടുത്ത കേസാണ്. 7 കോടിയോളം രൂപ തട്ടിച്ച കേസാണ്. സുപ്രധാനമായ ഉമാ തോമസ് MLAക്ക് പരിക്കേറ്റ കേസിൽ മൃദംഗ വിഷൻ MD നികോഷ് കുമാർ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ നിലവിൽ ഹാജരായിരിക്കുകയാണ്. സഹിനാണ് വിവരങ്ങൾ നൽകിയത് അവിടെ നിന്ന്.